Hi guys, welcome to Car Garage. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ടിപ്സ് വീഡിയോ ആയിട്ടാണ്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ മഴക്കാലമാണ്, അതേപോലെ തന്നെ വെക്കേഷൻ ഓണത്തിൻ്റെ വെക്കേഷൻ വരാൻ പോവാണ്. അപ്പോൾ ആൾക്കാർക്ക് നമ്മളുടെ ട്രിപ്സൊക്കെ പോകുമ്പോൾ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ടിപ്സ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഒരു വണ്ടി, ഒരു കാറാണെങ്കിൽ, ഞാൻ ഇപ്പോൾ കാറിനെ പറ്റിയാണ് പറയണത്. അപ്പോൾ കാറാണെങ്കിൽ അപ്പോൾ നമുക്ക് അത് ചെക്ക് ചെയ്യേണ്ടത്, അതായത് ഒരു ലോങ് ഡ്രൈവ്, ഒരു 100 കിലോമീറ്റർ അകലെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ വണ്ടിക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് അതിൻ്റെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീഡിയോ തന്നെ കാണാം. നമുക്ക് ആദ്യം തന്നെ എൻജിൻ്റെ ക്യാബിനൊന്ന് പൊക്കാം. എൻജിൻ്റെ ക്യാബിൻ തുറന്നതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ നോക്കേണ്ടത് എൻജിൻ കൂളൻറ്റിൻ്റെ ലെവലാണ്. അതായത് എൻജിനെ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറായിട്ട് നിർത്താനുള്ള സിസ്റ്റമാണ് കൂളിംഗ് സിസ്റ്റം. അപ്പോൾ അതിൽ കൂളൻറ്റിൻ്റെ അളവ് നമ്മളെപ്പോഴും ഫസ്റ്റ് ചെക്ക് ചെയ്തിരിക്കണം. പിന്നെ കൂളൻറ്റിൻ്റെ ക്യാപ്പ് തുറക്കുമ്പോൾ എപ്പോഴും നോർമൽ ടെമ്പറേച്ചർ, അതായത് ഒരു കൂളിംഗ് ടെമ്പറേച്ചറിൽ മാത്രമേ തുറക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കുക. അതായത് നല്ല ചൂടായി നിൽക്കുന്ന സമയത്ത് തുറന്നിട്ടുണ്ടെങ്കിൽ വെള്ളം പുറത്തേക്ക് ചീറ്റും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ബാറ്ററിയുടെ തെർമലിൽ നമ്മൾ ലൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ജസ്റ്റ് ഷെയ്ക്ക് ചെയ്ത് ചെക്ക് ചെയ്താലും മതി. അതായത് എൻജിനിൽ നിന്ന് ബാറ്ററിയിലേക്ക് കയറുന്ന കറണ്ടിൻ്റെ അളവിൽ കുറവ് വരാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് വണ്ടി ഓഫ് ആകുമ്പോൾ സെൽഫ് എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഇത് കാരണം വരാം. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മുടെ എൻജിൻ ഓയിൽ ലെവൽ നമുക്ക് ചെക്ക് ചെയ്യണം. എൻജിൻ ഓയിലിൻ്റെ ലെവൽ ലിപ്സ്റ്റിക്ക് പൊക്കിയതിന് ശേഷം അതുമുള്ള ഓയിൽ തുടച്ച് കളഞ്ഞതിന് ശേഷം വീണ്ടും പൊക്കിയുമ്പോൾ നമുക്ക് ഒരു ഡോട്ട് വരും. ഒന്ന് മിനിമം ലെവൽ, അതേപോലെ തന്നെ ഒരു മാക്സിമം ലെവൽ. അതിൻ്റെ മിഡിലെങ്കിലും എൻജിൻ ഓയിൽ ഉണ്ടായിരിക്കണം. അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് ബ്രേക്കിംഗ് സിസ്റ്റം. ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലെവൽ നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലെവലിൽ കുറവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ 4 സിലിണ്ടറാണ് നമുക്ക് 4 വീലിലും വരുന്നത്. പൈപ്പ് ലൈനിൽ എന്തെങ്കിലും ലീക്കോ വന്നാലാണ് ബ്രേക്ക് സിലിണ്ടറിൽ ഓയിലിൻ്റെ ലെവൽ കുറയുക. അപ്പോൾ അത് മിനിമം മാക്സിമത്തിൻ്റെ സെൻറ്ററിലെങ്കിലും ബ്രേക്ക് ഓയിൽ ഉണ്ടായിരിക്കണം. അത് ചെക്ക് ചെയ്യണം. വൈപ്പർ വാട്ടറിൻ്റെ ലെവൽ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്തിരിക്കണം എപ്പോഴും. അതുപോലെ തന്നെ എൻജിൻ്റെ ക്യാബിൻ ഫുള്ളായിട്ടൊന്ന് കണ്ണോടിച്ച് നോക്കണം. അതായത് പിന്നെ വയറോ കാര്യങ്ങളോ ലൂസ് കോണ്ടാക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ വൈപ്പർ ബ്ലേഡ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വൈപ്പർ ബ്ലേഡ് പൊക്കിയതിന് ശേഷം അതായത് നമ്മൾ വിരൽ ഉപയോഗിച്ച് അതിൻ്റെ എൻഡ് ഭാഗം ഒന്ന് മടക്കി നോക്കുക. അപ്പോൾ ഹാർഡായിട്ടുള്ള വൈപ്പർ ബ്ലേഡ് ആണെങ്കിൽ അത് കീറി പോകാനുള്ള ടെൻഡൻസി വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ വൈപ്പർ ബ്ലേഡ് റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേപോലെ വിരൽ ഉപയോഗിച്ച് മടക്കി നോക്കണം. അടുത്തത് നമ്മളുടെ വണ്ടിയുടെ എല്ലാ ലൈറ്റ്സും നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. ഹെഡ് ലൈറ്റ്, പാർക്ക് ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, പിന്നെ ഫ്രണ്ടിലെ ഫോഗ് ലാമ്പ്, അസാഡ് ഇൻഡിക്കേറ്റർ, ഈ ലൈറ്റ്സൊക്കെ വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്തിരിക്കണം. പിന്നെ നമ്മൾ പറയുന്നൊരു കാര്യമാണ് ഹാൻഡ് ബ്രേക്ക് നമ്മൾ പൊക്കുമ്പോഴോ ടിക് 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 എന്ന് പറഞ്ഞ ശബ്ദം വെച്ചിട്ട് നമുക്ക് ബ്രേക്കിൻ്റെ ലൈനറിൻ്റെ അളവ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതായത് ഒരു സ്റ്റാൻഡേർഡ് ഹാൻഡ് ബ്രേക്ക്, അതായത് ഒരു നോർമലായിട്ടുള്ള ഹാൻഡ് ബ്രേക്കിൻ്റെ അളവ്, ആ ടിക് ടിക് എന്ന ശബ്ദം വരേണ്ടത് മാക്സിമം 12 ആണ്, അതല്ലെങ്കിൽ 8. ഇതിൽ കൂടുതൽ അളവിലാണ് ഹാൻഡ് ബ്രേക്ക് പൊങ്ങുന്നതെങ്കിൽ ലൈനറിൻ്റെ ആ ഒരു തിക്നെസ് കുറഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് അങ്ങനെ ഹാൻഡ് ബ്രേക്ക് വരുന്നത്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. പിന്നെ അടുത്തതായിട്ടുള്ള കാര്യമാണ് AC ഇടുമ്പോൾ നമ്മൾ ബ്ലോവറിൻ്റെ സ്പീഡ് കൂട്ടുമ്പോൾ അതിനുള്ള ഫ്ലോ നമ്മൾക്ക് പുറത്തേക്ക് ഔട്ട് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ അതിൻ്റെ ACയുടെ ഫിൽറ്റർ നമ്മൾ ക്ലീൻ ചെയ്യിക്കണം. അതേപോലെ ബാക്കിലെ സ്റ്റെപ്പിനി, ജാക്ക്, ടൂൾസ് ഇതെല്ലാം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം ഡ്രൈവിന് മുമ്പ്. ടയറിൻ്റെ ഗ്രിപ്പ് എല്ലാ ഏരിയയിലും ഓരോ അളവിലായിരിക്കണം ഗ്രിപ്പ്. അതല്ല ഒരു സൈഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്തിരിക്കണം. അതേപോലെ ടയറിൻ്റെ പ്രഷർ നോർമൽ സഡാൻ ടൈപ്പ് വെഹിക്കിൾക്ക് 32 PSI അല്ലെങ്കിൽ 33 PSI.
പിന്നെ വൈപ്പർ വാഷർ ഇതേപോലെ പ്രോപ്പർ വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് എത്ര ലോങ് വേണമെങ്കിലും സമാധാനമായിട്ട് നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ യാതൊരു വിധത്തിലുള്ള വഴിയിൽ ഇടയ്ക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ നമുക്ക് കാണുന്നവരെ ഗുഡ് ബൈ.